ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന റെസ്റ്റോറൻറ്റിലാണ്. ഒരു ദിവസം 30 ലക്ഷത്തിലേറെ. ഒരു ദിവസം 30 ലക്ഷത്തിന്റെ കച്ചവടം, ഒരു വർഷം 100 കോടി ടേൺ ഓവർ. ഒരു ദിവസം 10,000 കസ്റ്റമേഴ്സ് വീക്ക് ഡേയ്സിൽ, അതുപോലെ വീക്കെൻഡിൽ 12,000-ലേറെ കസ്റ്റമേഴ്സ്. അതാണ് ഇവിടുത്തെ കണക്ക്. ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അമൃത് സിംഗ്, സുഖ്ദേവ് സിംഗ്, 2 മക്കളുടെ പേരിൽ 1956 അവർ അച്ഛൻ തുടങ്ങിയ ഒരു ലോറിക്കാർക്ക് വേണ്ടി തുടങ്ങിയ ഒരു ധാബ. അതാണെന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്. ഹരിയാനയിലെ അമൃത് സുഖ്ദേവ്, ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കച്ചവടം റെസ്റ്റോറൻറ്റ്. 2000-ലേറെ സീറ്റ്. ഇപ്പൊ സമയം രാത്രി 2:40. രാത്രി 2:40 ഇമാതിരി തിരക്ക്. ആൾക്കാർ പുറത്ത് കാത്തുക. 2000 സീറ്റ് ഉണ്ടായിട്ടു. എല്ലാവരും വാടിക്കണം ഈ ഒരു ആലു പറാത്തിന്റെ മേലെ ബട്ടർ. അതാണ് എല്ലാവരും കഴിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ഐറ്റം. പഞ്ചാബി ദാബിൽ കൊടുക്കുന്ന ഉള്ളി മുളകൊക്കെ മേശപ്പുറത്ത് കണ്ടിട്ടോ. ഞങ്ങളിപ്പോൾ പിന്നെ നമ്മളെ പനീർ ബട്ടർ മസാല വെച്ച് കടായും പറഞ്ഞു. ഈ കാണുന്ന ആലു പറാത്തിന്റെ മേലെ ബലുണ്ടാക്കുന്ന ബട്ടർ, അതാണ് ഇവിടെ എല്ലാവരും കഴിക്കണ ഈ സാധനം. ബട്ടർ ഇങ്ങനെ മേലെക്കൂടെ ഇങ്ങനെ തേച്ചിട്ട് പൊറാട്ട അങ്ങനെ കഴിക്കാമല്ലോ. പൊറാട്ട നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻ്റ് ഒക്കെ നടത്തുന്ന ആൾക്കാർ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുന്ന സംഭവം. പനീർ മസാല അതുപോലെ വെജ് കടായൊക്കെ പാടാൻ ആലു പറാത്തികൾ പറഞ്ഞിട്ടും വെറും ബട്ടർ കൂട്ടിനെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. സംഭവം നല്ല ക്വാളിറ്റി എല്ലാം. പിന്നെ ഈ കാണുന്ന ചായ, മസാല ചായ, റോസിൻ്റെ ഇതൊക്കെ ഇട്ട പെറ്റൽസിട്ട ചായ, രണ്ടും ശരിക്കും റിഫ്രഷിങ് ചെയ്യുന്നു. സാധാ ഒരു ധാബ, മൾട്ടി കുസിൻ റെസ്റ്റോറൻറ്റ്, 30 ലക്ഷം ഡെയിലി കച്ചവടം, 10,000-12,000 കസ്റ്റമേഴ്സ്. ഒരു സംഭവം തന്നെ കേട്ടോ. ഷുഗറും ചാറ്റ് മസാല ഒക്കെ ഇട്ട ആ ഒരു നാരങ്ങ അച്ചാർ. നമുക്ക് സ്വീറ്റ്സിലേക്ക് ഒന്ന് എത്തി നോക്കാം. പഞ്ചാബി ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വീറ്റ്സ് പറയണ്ടേ. ഗീ ജിലേബിയാണ്, ഒരു രക്ഷയില്ല. സൂപ്പർ. ഈ ജിലേബി റബദിയിൽ ഇങ്ങനെ മുക്കുക എന്നിട്ട് മുക്കിയിട്ട് തിന്നുക. ഓ, ഒരു രക്ഷയില്ല. ഇവിടുത്തെ ഗുലാബ് ജാമുന് 100-ൽ 101 മാർക്ക്. ഇളം ചൂടിൽ ഗുലാബ് ജാമുൻ മസ്റ്റ് 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 ട്രൈ. ലാസ്റ്റ് പഞ്ചാബികളെ സ്വന്തം ലസ്സിമട കുടിച്ചിട്ടുണ്ട്. ബില്ലൊക്കെ ഒരു നോർമൽ അത്യാവശ്യം. ഗൂഗിൾ റിവ്യൂല് 1,80,000 ആൾക്കാർ റിവ്യൂ ചെയ്ത് 4.2. നമ്മളെ കേരളത്തിലൊക്കെ പറയുകയാണെങ്കിൽ പാരഗൺ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ്. പാരഗണ് ഒരു 50,000-ന് മേലെ ആൾക്കാർ റിവ്യൂ ചെയ്തിരിക്കണം. അപ്പോൾ ഇത് 1.8 lakhs. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിന് ഒരു മാതൃകയാണ് അമൃത് സുഖ്ദേവ്. കാരണം വെജ് ഫുഡ് മാത്രം. അതായത് ബിരിയാണിയോ മന്തിയോ അൽഫാമോ തന്തൂരി ഒന്നുമില്ല. ഓൺലി വെജ്, പൊറാത്ത, അങ്ങനത്തെ സൈഡിലെ കറികൾ കാര്യങ്ങൾ. പക്ഷേ അത്രയും ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. 24 മണിക്കൂറാണ്. എന്താ പറയുക, ആവറേജ് 10,000 ആൾക്കാർ വരുന്നുണ്ട്. ഒരു സംഭവമായ റെസ്റ്റോറൻ്റാണ് ഹരിയാനയിലെ അമൃത് സുഖ്ദേവ്.